അങ്ങനെ നമ്മളെ നിധി വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും നമ്മുടെ രാജീവൻ ഹേമോടും സാന്ദ്രയോടും പറഞ്ഞിട്ട് പോയി ആരതി എടുത്തിട്ട് വരാം, മോൾ ആദ്യമായിട്ട് വരികയല്ലേ, പോയി എടുത്തിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വരികയല്ലേ, പോയി ആരതി എടുത്തിട്ട് വായോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അവർ രണ്ടാളും ആരതി എടുത്തൊക്കെ ഒഴിഞ്ഞിട്ട് നമ്മുടെ സുധീഷിനെയും നിധിനെയും ഉള്ളിലേക്ക് കയറ്റിട്ടുണ്ട്. നമ്മുടെ ഹേമയുടെ മുഖത്താണെങ്കിൽ എല്ലാ ദേഷ്യവും ഉണ്ട് നമ്മുടെ സുധീഷിനോട്. എന്തായാലും സുധീഷ് നിധി ഉള്ളിലേക്കൊക്കെ കയറുന്നുണ്ട്. ഹേമയാണെങ്കിൽ എല്ലാ ഭക്ഷണം ഉണ്ടാക്കിയിട്ടിരിക്കുന്നുണ്ട്, ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാവരോടും ഇരുന്ന് കഴിക്കാൻ പറയുന്നുണ്ട് നമ്മുടെ ഹേമ. ആ സമയത്ത് നമ്മുടെ രാജീവൻ നിധിയോട് പറയുന്നുണ്ട്, ഇവൾ വരികയാണെന്ന് വെച്ചിട്ടാണ് ഹേമ എല്ലാ ഭക്ഷണം ഇവൾക്ക് ഇഷ്ടപ്പെട്ടത് മുഴുവനും ഒരുക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയും. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, അവിടെ എല്ലാ ഭക്ഷണവും ഞങ്ങളുടെ സുഭാഷേട്ടനെ ഉണ്ടാക്കുകയാണ്, സുഭാഷേട്ടൻ എന്തുണ്ടാക്കിയാലും നല്ല രുചിയാണ് എന്നൊക്കെ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഹേമയ്ക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം നമ്മുടെ സുധീഷ് അവിടെ പോയി ഹാളിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ രാജീവും അരുണും അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ചെല്ലണ സമയത്ത് നമ്മുടെ സുധീഷ് വേഗം അവരെ കാണുമ്പോൾ അവിടേക്ക് പോകുന്നുണ്ട്. എങ്ങടാ പോകണം, ഇവിടെ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അരുൺ പറഞ്ഞു, എന്തിനാ അച്ഛൻ ഇങ്ങനെ അയാൾക്ക് മര്യാദ കൊടുക്കണം, അയാൾ നമ്മുടെ ആരാ, എനിക്ക് ആ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കണ കാണുമ്പോഴേ വല്ലാത്ത ദേഷ്യം വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് വിട്ട് കളയെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രാജീവൻ പറഞ്ഞ സുധീഷിനോട് ഇവിടെ വന്നിരിക്കാൻ പറയുന്നുണ്ട് സോഫയിൽ. ആ സമയത്ത് നമ്മുടെ സുധീഷ് സോഫയിൽ പോയി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സുധീഷിനോട് പറയുന്നുണ്ട്, പോയി താഴെ ഇരിക്കട്ടെ, നീ ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് വർത്താനം പറയണം, സംസാരിക്കാനും നീ വളർന്നിട്ടില്ല എന്നൊക്കെ പറയുന്നത്. എന്തായാലും നമ്മുടെ അരുൺ സുധീഷിന് ഒറ്റ ഒന്ന് കൊടുക്കുന്നുണ്ട്. അവൻ താഴെ പോയി ഇരിക്കേണ്ടത് നമ്മുടെ സുധീഷ്. എന്തായാലും ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ നിധി ഇറങ്ങി വരുന്നത്. നിധിയോട് പറയുന്നുണ്ട്, എന്താ വെച്ചാൽ ഇവിടെ സുധീഷിനെ താഴെ എത്തിയെന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ തമാശയ്ക്ക് കളിച്ചതാ മോളെ, ഞങ്ങൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞ് കളിച്ചതാന്ന് പറയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.